ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കുറച്ച് ഔട്ടിങ്ങും ഷോപ്പിങ്ങും അതുപോലെ തന്നെ ഒരു റെസിപ്പി കൂടെ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ്റെ അന്നെടുത്ത വീഡിയോ ആണിത്. അപ്പോൾ നമ്മളിവിടെ പാലക്കാട് ഫ്ലവർ ഷോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയതായിരുന്നു ഞങ്ങളൊരു ദിവസം. അപ്പോൾ ഫരിയെ നല്ല പോലെ എൻജോയ് ചെയ്തു. ഫരിയയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവിടെ ഒരു ഫൗണ്ടെയിനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്നുള്ള ആ വെള്ളവും പിന്നെ അതുപോലെ അവിടെ കുറേ കളർഫുൾ സ്റ്റോൺസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫരിയയ്ക്ക് അതൊക്കെയാണ് ഇഷ്ടമായത്. അപ്പോൾ ഒരു ദിവസം വൈകിട്ടാണ് പോയത്. വൈകുന്നേരം ആണ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നല്ല കളർഫുള്ളായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് ഫ്ലവേഴ്സൊന്നും ശരിക്കും അങ്ങോട്ട് വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഭംഗി കുറവുണ്ടായിരുന്നു. പിന്നെ കുറേ മണ്ണ് കൊണ്ടുള്ള പാത്രങ്ങളും പിന്നെ സ്റ്റാച്യൂസ് അങ്ങനെ കുറേ ഷോ പീസസ് അതൊക്കെ ഉണ്ടായിരുന്നു. നല്ല റിലാക്സിങ് ആയിരുന്നു. ജസ്റ്റ് നമ്മൾ വെക്കേഷനിൽ കുട്ടികൾക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെ. പിന്നെ കുറേ ഫർണിച്ചറിൻ്റെ പിന്നെ അതുപോലെ തന്നെ കുറേ ഐറ്റംസൊക്കെ അവിടെ റെഡി ഉണ്ടായിരുന്നു. അപ്പോൾ യൂഷ്വലി അറിയാമല്ലോ, കുട്ടികൾ സ്റ്റോപ്പ് ആവുന്ന കുറച്ച് സെക്ഷൻസ് ഉണ്ട്. അതിലൊരു സെക്ഷനാണിത്. അവിടെ പെൻസിൽസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അത് കഴിഞ്ഞ് ഈ കുടുംബശ്രീ യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് വേറെയും ഒരു ഷോ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെയും പോയി. അതും നല്ലൊരു റിലാക്സിങ് ആയിരുന്നു. അവിടെ കുറേ ഇതുപോലുള്ള എന്താ പറയുക കോപ്പറിൻ്റെ പാത്രങ്ങളും പെർഫ്യൂംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു പെർഫ്യൂം ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി. ഇത് പെർഫ്യൂം അല്ല, അത്തറാണ്. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, യൂഷ്വലി ഒരു കുടുംബശ്രീൻ്റെ മേളയെന്നൊക്കെ പറയുമ്പോൾ അവിടെ ലോ കോസ്റ്റ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ടാവും. പിക്കിൾസ് പിന്നെ അതുപോലെ തന്നെ ക്ലോത്തിൻ്റെ ഐറ്റംസ്, പിന്നെ അവിടെ നല്ല ഫുഡും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതും ട്രൈ ചെയ്ത് നോക്കി. ഒരു എന്താ പറയുക, ഈ അട്ടപ്പാടി എന്നുള്ളൊരു ഡിഷാണ്, ഒരു വനസുന്ദരി ചിക്കൻ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിൽ എന്താ പറയുക, വലിയ മസാലാസ് ഒന്നും ഇല്ലാതെ ഈ പച്ച കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റ് വരുന്ന ഒരിതായിരുന്നു. ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. പക്ഷേ ഒരു വളരെ നല്ലൊരു ഡിഷ് എന്ന് പറയാൻ പറ്റില്ല. ജസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെ അന്ന് രാത്രിയത്തെ വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ വലിയ കുറച്ച് ടോയ്സും ഞാനും കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിരുന്നു അവിടെ നിന്ന്. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. നമ്മളിന്ന് റെസിപ്പി ചെയ്യാൻ പോകുന്നത് ചീര വെച്ചിട്ടൊരു റൈസാണ്. ഇത് നോർമൽ ഗ്രീൻ കളറിൽ കിട്ടുന്ന ചീരയാണ്. എല്ലാവരും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിന് പ്രത്യേകിച്ച് വേറെ പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. ചീര അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞ് ഇല മാത്രമാണ് നമ്മളെടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളത് ഒരു കുക്കായി വരുന്നത് വരെ നമ്മളതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാൻ പോവാണ്. ജസ്റ്റ് അതിലേക്കൊന്ന് കളറ് ചേഞ്ച് ആവാതെ ഒന്ന് കുക്കായി വന്നാൽ മതി. അപ്പോൾ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ നല്ലപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. സ്റ്റീമിലിരുന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി വന്നാൽ മതി. ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ മിക്സി ജാറിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇതേ റെസിപ്പി നിങ്ങൾക്ക് പാലക് ചീര വെച്ചിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളിനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. വളരെ ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. അതുപോലെ കുട്ടികൾക്കാണെങ്കിലും ഇപ്പോൾ വീക്കെൻഡ്സിലൊക്കെ ആണെങ്കിലും നമുക്ക് ലഞ്ചായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ലഞ്ച് ബോക്സ് റെസിപ്പിയിൽ ഈ ഡിഷ് കൂടെ നിങ്ങൾ ആഡ് ചെയ്തോളൂ. അപ്പോൾ ഞാനിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് പറയാം. നന്നായിട്ട് ചോപ്പ് ചെയ്ത ഒരു വലിയ ഓണിയൻ, പിന്നെ ഒരു പീസ് ജിഞ്ചർ, ഒരു 5 ഗാർലിക്, ഒരു ടീസ്പൂൺ കുരുമുളക്, ഒരു ടീസ്പൂൺ ജീരകം, ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായി ക്രഷ് ചെയ്തെടുത്താണ്. 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ സാധാരണ പോലെ കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, പിന്നെ വറമുളക് ഒരു 2 എണ്ണം. അപ്പോൾ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത സ്പിനാച്ചും കൂടെ ഉണ്ട്. പിന്നെ കുക്ക് ചെയ്ത റൈസ്, ഇത് നോർമൽ പൊന്നി റൈസാണ് ഞാൻ കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്കത് ജീരകശാലയോ അല്ലെങ്കിൽ ബസ്മതി റൈസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനൊരു പാനിലോട്ട് ഓയിൽ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് നല്ലെണ്ണയിലാണ് ചെയ്തെടുക്കുന്നത്. ഞാൻ രണ്ടും കൂടെ മിക്സാണ് എടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണയും 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും വറമുളകും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം.
ഇത് ഫ്രൈ ആയി വരുമ്പോൾ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ, ഗാർലിക്, പെപ്പർ, ക്യുമിൻ ഇത് ക്രഷ് ചെയ്തെടുത്തതും കൂടെ ആഡ് ചെയ്തിട്ട് ആ ഓയിലിൽ നല്ലപോലെ സോട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നമ്മൾ സോട്ട് ചെയ്യണം. അതിന് ശേഷം നമ്മളതിലോട്ട് ഗ്രീൻ ചില്ലിയും കറി ലീവ്സും ആഡ് ചെയ്തിട്ട് സോട്ട് ചെയ്തെടുക്കുകയാണ്. നല്ലപോലെ സോട്ടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വലിയുള്ളി അതിലോട്ട് ആഡ് ചെയ്യുക. അതും നല്ലപോലെ സോട്ട് ചെയ്തെടുക്കുക. ആ ഓയിലിൽ കിടന്ന് നന്നായി ഫ്രൈ ആകുമ്പോൾ നല്ലൊരു മണം വരും. അതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചീരയുടെ പേസ്റ്റാണ്. ഇതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ സോട്ട് ചെയ്തെടുക്കുക. ആ ഓയിലും മസാലാസൊക്കെ ഒന്ന് മിക്സായി വരുന്ന പോലെ കുക്ക് ചെയ്തെടുക്കണം. അതിന് ശരിക്കും ചെറിയൊരു റോ സ്മെല്ലുണ്ടാവും, പക്ഷേ അത് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കുക. അതിൻ്റെ കളർ ചേഞ്ച് ആവാതെ സൂക്ഷിക്കുകയും വേണം. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ള കുറച്ച് സോൾട്ട് കൂടെ ആഡ് ചെയ്യാം. റൈസ് നമ്മൾ സോൾട്ട് ഇട്ടിട്ടാണ് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മസാലയ്ക്ക് വേണ്ട സോൾട്ട് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതിലേക്ക് നമ്മളൊരു ഹാഫ് ലെമൺ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു പുളിയുടെ ടേസ്റ്റ് കുറച്ച് കൂടുതൽ വേണമെന്നുള്ളവർ ഒരു ഫുൾ ലെമൺ ആഡ് ചെയ്യാം. ലെമൺ ആഡ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഈ സ്പിനാച്ചിൻ്റെ കളറ് മാറിപ്പോവും. അപ്പോൾ ഏകദേശം ഈ ഒരു വാട്ടറി കൺസിസ്റ്റൻസി മാറി ഒന്ന് വറ്റി വരുന്നത് വരെ അത് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റൈസ് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചീര റൈസ് റെഡിയായി. അപ്പോൾ ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ട് കുട്ടികൾക്ക് ഒരു ഹെൽത്തി ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റെസിപ്പി ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ഗ്രീനിഷ് കളറിൽ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്കിതിനെ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനിതിൻ്റെ കൂടെ കോംബോ ആയിട്ട് കൊടുക്കുന്നത് പപ്പടവും ചില്ലി ചിക്കനും സാലഡുമാണ്. അപ്പോൾ നല്ല കോമ്പിനേഷനാണത്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പൊട്ടറ്റോ ഫ്രൈയും ഇതിൻ്റെ കൂടെ കൊടുക്കാവുന്നതാണ്. നമ്മൾ ഫ്ലവർ ഷോയ്ക്ക് പോയിട്ട് മേടിച്ചൊരു ഐറ്റമാണിത്. നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് വയ്ക്കാനായിട്ട് ഒരു ജാറാണിത്. അപ്പോൾ ഇതിലൊക്കെ വെള്ളം ഒഴിച്ച് വെച്ച് യൂസ് ചെയ്യണമെങ്കിൽ നല്ല തണുപ്പുണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ സോൾട്ടൊക്കെ നമ്മൾ ഇതിലേക്ക് ഇട്ട് വയ്ക്കാം. പിന്നെ പുളി ഇട്ട് വയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ നല്ലൊരു ജാറാണിത്. അപ്പോൾ കണ്ടെനിക്കിഷ്ടമായപ്പോൾ ഞാനത് വാങ്ങിയതാണ്. ഇത് 1 ലിറ്ററിൻ്റെയാണ് കപ്പാസിറ്റി. പിന്നെ അതുപോലെ തന്നെ ഒരു 1 ലിറ്ററിൻ്റെ കപ്പാസിറ്റിയുള്ള ഒരു ബൗൾ. ഇത് സെർവിങ് ബൗളാണ്. ഇത് മണ്ണിൻ്റെ ആണെങ്കിലും നല്ല ഫിനിഷിങ്ങിലാണ് വരുന്നത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഒരു 130 റുപ്പീസ് എന്തോ ആണ് ഇതിന് വരുന്നത്. അപ്പോൾ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ. നമ്മൾ ഓൺലൈനിലൊക്കെ നമ്മളിങ്ങനത്തെ വാങ്ങിക്കുകയാണെങ്കിൽ മിനിമം 499 599 കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഒരു സ്കില്ലറ്റിൻ്റെ മോഡലുള്ള ഒരു ക്ലേയിൻ്റെ ഒരു പോട്ട് കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്ത് വേണമെങ്കിൽ ഫിഷ് കറിയൊക്കെ കുക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ ഞാനൊരു ജൂട്ട് ബാഗ് കൂടെ വാങ്ങി. അപ്പോൾ ഇതും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇത് 350 റുപ്പീസ് എന്തായിരുന്നു. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ബാഗ്സാണ്. അപ്പോൾ ജസ്റ്റ് എനിക്ക് കണ്ടിഷ്ടമായപ്പോൾ ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.